ഓൾ ന്യൂ ഹിമാലയൻ എന്നാണ് പറയുന്നത്. നമ്മള് പഴയ ഇത് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇല്ല പഴയതായിട്ട് കമ്പയർ ചെയ്യുന്നത് 2023 ഹിമാലയൻ 450യുടെ മാറ്റങ്ങൾ കണ്ടു ഫ്രണ്ട്സ്. മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മാറ്റങ്ങളാണ്. പഴയതും പുതിയതും ഒരിക്കലും കമ്പയർ മാത്രമല്ല. ഇത് ഇങ്ങനെ ഒരു സംഗതിയാണെന്നുള്ളത് MVDക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണല്ലേ. അത് വണ്ടി ഓടുമ്പോൾ എന്തായാലും ഇത് കത്തുന്നുണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല. വലിയൊരു മാറ്റം കാണിച്ചതാ. ഈ പുറകിൽ കണ്ടോ, എന്തോ നിന്റെ കുറവില്ലേ, എന്താന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ടെയിൽ ലാമ്പ് ഇല്ല. നമസ്കാരം, സാലുവാണ് ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ പുറകിലാണല്ലോ ഹിമാലയൻ 450. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ വാഹനം എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, അതിനെക്കുറിച്ചും കൂടി ആയിട്ടാണ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2016 ഫസ്റ്റ് ഹിമാലയൻ ഇറങ്ങിയത്. അതിന് ശേഷം 2023 ഒരുപാട് ഫേസ് ലിഫ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് പല വാഹനങ്ങളിലും. പക്ഷേ ഇങ്ങനെ ഇല്ലാതൊരു മാറ്റം പഴയതായിട്ട് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാം മാറി, കീ വരെ മാറി എന്നാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് വീട്ടിലൂടെ കാണിക്കാൻ വന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്താണ് ഇതൊക്കെ നല്ല മാറ്റങ്ങളാണല്ലോ വന്ന വണ്ടി പുതിയ ഫുള്ള് മാറി വന്നിട്ടുണ്ട്. ചെറിയ മാറ്റമല്ലോ അല്ലേ? പഴയ വണ്ടിയായിട്ട് കണക്ഷൻ ഒന്നുമില്ല. ഓൾ ന്യൂ ഹിമാലയൻ എന്നാണ് പറയുന്നത്. നമ്മള് പഴയ ഇത് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇല്ല പഴയതായിട്ട് കമ്പയർ ചെയ്യാൻ ഫുള്ള് മാറിയില്ലേ വാഹനം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് വീൽ എത്ര സൈസ് വരുന്നുണ്ട്? 21 ഇഞ്ചാ? ഫ്രണ്ട് വീല് 21 ഇഞ്ച് വരും. ഓക്കെ. അതുപോലെ തന്നെ ഫോർക്ക് മാറിയിട്ടുണ്ട്. പുതിയ USD ഫോർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ലിക്വിഡ് കൂളർ എഞ്ചിൻ അല്ലേ? വണ്ടി എത്ര CC ആയിരുന്നു? പഴയ വണ്ടി 411 cc. എത്ര? 411 cc ഓയിൽ കൂൾഡ് എഞ്ചിനായിരുന്നു. 414 cc ആയിരുന്നു. ഇതിപ്പോ 450 cc ആണ്. അതുപോലെ തന്നെ മോണോഷോക്ക് അല്ലേ? ബാക്കിലെ മോണോഷോക്ക് വരുന്നുണ്ട്. 5 അഡ്ജസ്റ്റബിൾ ആണ്. 5 അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ റിട്ടേൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വീല് വരികയാണെങ്കിൽ ബാക്കിൽ കുറച്ചും കൂടി ചെറിയ വീല 17 ഇഞ്ചാണ്. 140/80 വരുന്നുണ്ട് അല്ലേ വീല്? ഓക്കെ. ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ കളറിൽ എത്ര കളറിൽ വരുന്നുണ്ട്? കളർ നമുക്ക് 5 കളർ വരുന്നുണ്ട്. 4 വേരിയന്റിലായിട്ട് 5 കളർ വരുന്നുണ്ട്. 5 കളർ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഒരു മാരക ലുക്ക് തന്നെ കേട്ടോ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ അല്ലേ? ഇതൊക്കെ അഡീഷണൽ ചെയ്താണോ? അല്ലല്ല, ഇതൊക്കെ വണ്ടിയുടെ കൂടെ വരുന്നതന്നെ. ഓക്കെ. ടാങ്ക് എത്ര കപ്പാസിറ്റിയാണ്? ടാങ്ക് 17 ലിറ്റർ വരും. പഴയ വണ്ടി 15 ലിറ്റർ ഉണ്ടാവും. ഓക്കെ. ഇത് 17 ലിറ്റർ. ഇത് 17. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സീറ്റ് നമുക്ക് ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയാ? നമുക്ക് ഉള്ളിൽ ഇത് വെച്ച് മാനുവലായിട്ടാ ചെയ്യാം. അത് കാണിച്ചു തരുമോ? അപ്പോൾ ഹിമാലയൻ്റെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാ നോക്കാം നമുക്ക്. ഇതിങ്ങനെ എടുത്തിട്ട് സീറ്റ് ഊരി എടുക്കാം. ഇതിപ്പം മാക്സിമം ഹൈറ്റിലുള്ള അത് 2 ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 825 mm 845 ആക്കാം. ഓക്കെ. അതെങ്ങനെയാ? അപ്പം ഇതെടുത്ത് താഴത്തേക്ക് കുടിക്കുക. കുടിച്ച് കഴിഞ്ഞിട്ട് ഇതിവിടെ അപ്പോൾ ഹൈറ്റ് കുറഞ്ഞു അല്ലേ? ഇപ്പോൾ ഹൈറ്റ് 20 mm കുറഞ്ഞിട്ടുണ്ടാവും. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇല്ല, മറ്റേ വണ്ടീനേക്കാളും 2 കിലോ കുറഞ്ഞിട്ടാണ്. എനിക്കൊരു സംശയം എന്താ പറയുമോ, ഇതിൻ്റെ ടെയിൽ ലാമ്പ് എവിടെയാ? നമുക്ക് ടെയിൽ ലാമ്പ് ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്ററിന്റെ ക്ലബ്ഡ് ആയിട്ട് 2 ഇതിലാണ് വരുന്നത്. അതെങ്ങനെയാ അത്? അപ്പോൾ ഇതിന് ടെയിൽ ലാമ്പ് ഇങ്ങനെയാ വരുന്നത്? ഇങ്ങനെയാണ് ടെയിൽ ലാമ്പ് വരിക. ഇവിടെയാണ് ടെയിൽ ലാമ്പ് വരിക. നടുക്ക് ഇൻഡിക്കേറ്ററും വരും. അതിന്റെ കൂടെ തന്നെ ബ്രേക്കിന്റെ ഇതുണ്ടാവും. അവിടെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ തന്നെ ടെയിൽ ലാമ്പായിട്ട് വർക്ക് ചെയ്യും? അതെ. അത് ഇതുവരെ ഒരു വണ്ടിയിലും 2 വീലറിലും നമുക്ക് അങ്ങനെ 2 വീലറിൽ പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ല. ക്ലബ്ഡ് ആയിട്ടുള്ള ടൈപ്പ്. അല്ല, കാറിൽ വരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. 2 വീലറിൽ മാത്രമല്ല. അല്ല, ഇത് ഇൻഡിക്കേറ്ററിന് വേറെ സ്ട്രിപ്പ് ഇവിടെ അത് വരുന്നുണ്ട്. അതിന് പുറമെ ഒരു ഔട്ട്ലൈനിലാണ് LED. ഞാൻ വന്നപ്പോൾ ടെയിൽ ലാമ്പ് എവിടെ നോക്കായിരുന്നു. ഇനിയിപ്പോ MVDന്റെ ഫൈൻ കിട്ടുമോ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതില്ലല്ലേ? ഇല്ല. അത് മാത്രമല്ല, ഇത് ഇങ്ങനെ ഒരു സംഗതിയാണെന്നുള്ളത് MVDക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണല്ലേ? അത് വണ്ടി ഓടുമ്പോൾ എന്തായാലും ഇത് കത്തുന്നുണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല. ആക്ച്വലി പഴയ ടെയിൽ ലൈറ്റ് ഇവിടെ വരുന്ന സമയത്ത് അതൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. പഴയ ടെയിൽ ലൈറ്റ് ഇവിടെ വരുമ്പോൾ നമ്മൾ ഹിമാലയൻ ആണല്ലോ പാക്ക് ചെയ്യുമല്ലോ. പാക്ക് ചെയ്യുമ്പോൾ ഇവിടെ കവർ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ടെയിൽ ലൈറ്റും ഇതും കാണൂലായിരുന്നു, ബ്രേക്കിംഗ് ഒന്നും കാണൂലായിരുന്നു. അപ്പം അതിന് ഒറ്റ നോട്ടത്തിൽ ടെയിൽ ലാമ്പ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ആ ഇൻഡിക്കേറ്ററിനുള്ളതാണ് ആ ടെയിൽ ലാമ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 2 എണ്ണം. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട്. നമുക്കിത് എടുക്കണമെങ്കിൽ ഇത് ബുക്കിംഗ് ആണോ? നമുക്ക് ബുക്ക് ചെയ്തിട്ട് വണ്ടി വരണം. നമുക്ക് ജനുവരി 2nd വീക്കോട് കൂടിയാണ് വണ്ടി കൊടുത്തു തുടങ്ങുള്ളൂ. ആണല്ലേ? ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടോ അവിടെ? വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടല്ലേ? ഓക്കെ. നമ്മൾ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത്? ഓൺ റോഡ് പ്രൈസ് നമുക്ക് സ്റ്റാർട്ടിങ് 347 വരും. കാസാ ബ്രൗൺ എന്ന് പറയുന്ന വേരിയൻ്റാണ് വരിക. പിന്നെ നമുക്ക് അതിന് പുറമെ 3 വേരിയൻറ്റും കൂടി ഉണ്ട്. 347, 353 2 കളർ ഉണ്ടാവും. പിന്നെ 359, പിന്നെ 365 ടോപ്പ് എൻഡ് ഹാൻഡിലെ ബ്ലാക്ക് ചെയ്യുവാണ്. ഇത് ടോപ്പ് എൻഡ്. അതിന് 3,65,000 വരുന്നത്. ഒരു 65,000 രൂപ ഉണ്ട് വണ്ടി ഇറക്കാൻ പറ്റുമോ? 65,000 ഒരു 70-80 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റില്ല. ഓക്കെ. ഡൗൺ പേയ്മെന്റ്. അപ്പോൾ 5 വർഷം വരെ നമുക്ക് ഇത് EMI കിട്ടും. അപ്പോൾ മന്ത്ലി എത്ര അടയ്ക്കേണ്ടി വരും? മന്ത്ലി നമുക്ക് 6,000 രൂപ. 6,000. നിങ്ങൾ ഇൻട്രസ്റ്റ് എത്ര വരുന്നത്? ഇൻട്രസ്റ്റ് 8-9 ഇടയ്ക്ക് വരും അല്ലേ?
അത് ഡിമിനിഷിംഗ് ആണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റ് ആണ്. ഈ കാരിയറൊക്കെ എക്സ്ട്രാ ഫിറ്റ് ആണ് വണ്ടിയുടെ കൂടെ ഉള്ളത്? വണ്ടിയുടെ കൂടെ ഉണ്ടാവും. വണ്ടിയുടെ കൂടെ ഉണ്ടാവുന്ന. ഓക്കെ, ഇനി നമുക്ക് ഇവിടേക്ക് പോവാം, മീറ്റർ കൺസോളിലേക്ക് പോവാം. അപ്പോൾ തന്നെ ഒരു ഡിസ്പ്ലേ കാണാം കേട്ടോ അവിടെ. ഫുൾ ഡിജിറ്റലേ? ഇത് ഫുള്ളി ഡിജിറ്റൽ ട്രിപ്പർ ഡാഷ് എന്ന് പറയും നമ്മൾ. TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. പല ഫീച്ചേഴ്സിന്റെ ഫോൺ മിറർ ചെയ്യാൻ അടക്കാൻ പറ്റും. ഫ്രണ്ട്സ്, പഴയ ഹിമാലയൻ 414 cc ആയിരുന്നു, ഇത് 450 cc ആണ്. അപ്പോൾ ഇതിന്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 40 HP. 40 HP. ടോർക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു? ടോർക്കും 40 Nm ടോർക്ക്. 40 ഹോഴ്സ് പവറിൽ 40 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് കൂളർ എഞ്ചിനാണ് കേട്ടോ. ഹിമാലയൻ എത്രയായിരുന്നു അതിന്റെ? പഴയ ഹിമാലയൻ നമുക്കൊരു 411 cc എയർ ഓയിൽ കൂൾഡ് എഞ്ചിനായിരുന്നു വരുന്നത്. അതാണെങ്കിൽ 24 HP 32 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നോക്കണം, ഒരുപാട് മാറ്റം അല്ലേ? നല്ലോണം മാറിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ഫസ്റ്റത്തെ ലിക്വിഡ് കൂളർ എഞ്ചിനാണോ? അല്ല, നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഹിസ്റ്ററിയിലെ ഫസ്റ്റത്തെ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ഹിമാലയൻ. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, മൈലേജ് എത്രയാ? മൈലേജ് അങ്ങനെ 25 to 30 കമ്പനി പറയുന്നുണ്ട്. അതിന് പുറമെ കിട്ടുമായിരിക്കാം. 30 ഒക്കെ കിട്ടും അല്ലേ? നമുക്ക് പീക്ക് ടോർക്ക് വരുന്നത് 5100 RPM-ലാണ്. ഇനി അതിന് പുറമെ നമ്മളിതൊരു അഡ്വഞ്ചർ ടൂർ ആയതുകൊണ്ട് നമുക്കിത് 3000 RPM തന്നെ ഇതിൻ്റെ 90% ടോർക്കും അവൈലബിൾ ആയിട്ട് കിട്ടും. നമുക്ക് ഓഫ് റോഡ് സിനാരിയാസ് ഒക്കെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 40 Nm ടോർക്ക് തന്നെ 40 Nm-ന്റെ 90% നമുക്ക് 3000 RPM, അതായത് വളരെ ചെറിയ 3000 RPM തന്നെ കിട്ടും. 90% ടോർക്കും കിട്ടും. 35 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. എക്സോസ്റ്റ് നോട്ട് നോക്കട്ടോ, കീ ഓണാക്കി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് വീഡിയോ ചെയ്തത് നമ്മുടെ കോഴിക്കോട് കാരന്തൂരുള്ള റോയൽ എൻഫീൽഡിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഹിമാലയൻ 2023 ഹിമാലയൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബുക്കിംഗ് ടൈം ഉണ്ട് കേട്ടോ, ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, അവർ പറഞ്ഞുതരും. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞുതരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.